അസ്സലാമു അലൈക്കും. ഏതായാലും ഒരുപാട് സന്തോഷം നമ്മളിങ്ങനെ ഒരു വേദി ഒരുക്കാൻ സാധിച്ചു എന്നുള്ളതിനപ്പുറം ഇത്തരമൊരു ചർച്ചയ്ക്കൊരു വേദി, ഇത് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചൊരു സംഭവമാണ്. ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണമെന്നും നമ്മുടെ ആശയങ്ങൾ പരസ്പരം കൈമാറണമെന്നുള്ളൊക്കെ. അപ്പം അങ്ങനൊരു വേദി ഞാനിങ്ങനെ ജസ്റ്റ് ഒരു തോട്ട് ഗ്രൂപ്പിൽ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തോളെന്ന് പറഞ്ഞു. അതിന് സപ്പോർട്ടായി നിന്നു എല്ലാവരും. അതിലേറെ സന്തോഷം ഇതിലേക്ക് വരാൻ സാന്നിധ്യം കാണിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇന്ന് രാവിലെ പിന്നെ സാക്കിർ ഭായി അസുഖമാണ്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ലാലു ഇങ്ങനെ സങ്കടപ്പെട്ടു. അപ്പോൾ ഒരാള് കുറവുണ്ട്, എന്താ ചെയ്യാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ചിലപ്പം അതിനേക്കാൾ നല്ലതോ അല്ല അതിനോടൊപ്പം ഉള്ളത് എന്തെങ്കിലും എന്ത് ചെയ്യും, ഒരു പകരം വരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് പോയപ്പോൾ ഫിറോസ് ഖാന്റെ കോളാണ്. ജസ്റ്റ് ഫിറോസ് ഖാൻ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് വരില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഫിറോസ് ഖാന്റെ പേരും ഫോട്ടോയും ഇവിടെ വരാതായത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഫിറോസ് ഖാന്റെ ഒരു കോള്, ഞാനിന്ന് വരും. ഞാൻ പറഞ്ഞത് നമ്മള് സാധ്യതകളെ പരമാവധി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഉപയോഗപ്പെടുത്താനുള്ളതാണ് ഇവിടെ എല്ലാവരും പറഞ്ഞു വെച്ചത്. നമുക്ക് സാധ്യതകളുണ്ട്, നമ്മുടെ ഈ ബിസിനസ് രംഗത്താണെങ്കിലും സാധ്യതകളുണ്ട്. കാരണം പലപ്പോഴും ഇപ്പോൾ ബാരിക്ക പറഞ്ഞതാണെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ കാലഘട്ടം അങ്ങനെയാണ്, അല്ലെങ്കിൽ എല്ലാവരും അഭിപ്രായപ്പെടുന്നു. പൊതുവേ നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ അങ്ങനെയാണ്, ഇപ്പൊ അങ്ങനെയാണ്, ഈ കാലം അങ്ങനെയാണുള്ളത്. പക്ഷെ കാലത്തിന് നമ്മൾ അങ്ങനെ പഴിക്കേണ്ട കാര്യമില്ല. കാലം എല്ലാ കാലത്തും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത കാലങ്ങളില്ല. അതേപോലെ തന്നെ സാധ്യതകളുണ്ട്. ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം. ഒരു കഴിഞ്ഞ മാസം ഒരു 22 വയസ്സുള്ള ഒരു പയ്യൻ, പാണ്ടിക്കാടുള്ള ഒരു പയ്യൻ, എനിക്ക് പരിചയമൊന്നുമില്ല, ആരോ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിച്ചതാണ്. ടീഷർട്ടിന്റെ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പൊ അതിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ വിളിച്ചു. അപ്പൊ ഞാൻ എന്താ നിന്റെ പിന്നെ ഇത് ചോദിച്ചപ്പം, ആവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ടീഷർട്ട് പ്രൊഡക്റ്റ് ചെയ്യണം, ഒരു ബ്രാൻഡ് ഉണ്ടാക്കണം, അത് ഓൺലൈനിലൂടെ സെല് ചെയ്യണം. അപ്പൊ അതിന് എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അത് പ്രൊഡക്ഷൻ ചെയ്യുന്നതൊക്കെ ചോദിച്ചപ്പോൾ, അപ്പൊ ഞാൻ അതിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവൻ വളരെ യൂണീക്ക് ആയിട്ടുള്ള എന്തൊക്കെ കുറച്ച് ഡിസൈൻസ് വളരെ എണ്ണം കുറഞ്ഞ്, അതായത് 10 താഴെ എണ്ണം ടീഷർട്ടുകൾ പ്രൊഡക്ഷൻ ചെയ്തിട്ട് അത് ഓൺലൈനിലൂടെ സെയിൽ ചെയ്യാനാണ് അവൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഞാൻ ആ ഒരു സാധ്യതയെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇപ്പൊ നേരത്തെ ആനന്ദ് സാറ് പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്കറിയാം, 10 താഴെ എണ്ണം ഒരു പ്രൊഡക്റ്റ് യൂണീക്കായിട്ട് ഒരു ഡിസൈൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ സൈഡിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 10 താഴെ എണ്ണം എങ്ങനെ ഒരാൾ പ്രൊഡക്റ്റ് ചെയ്തിട്ടും ഒരു ഡിസൈൻ. അപ്പൊ എന്നോട് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആളുണ്ട്. തിരുപ്പൂര് ഞാൻ പോയി ഒരു കമ്പനി പരിചയപ്പെട്ടു. അവിടെ ഒരാൾ എനിക്ക് ഇതിന്റെ ഞാൻ അവരുടെ ഓഫീസിൽ പോയി സംസാരിച്ചു. എനിക്ക് ഒരു പീസ് ആണെങ്കിൽ ഒരു പീസ് അവർ പ്രൊഡക്റ്റ് ചെയ്ത് തരും. അവരുടെ അടുത്ത് ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ഫാബ്രിക്സ് ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസൈൻ അവർ പ്രൊഡക്റ്റ് ചെയ്ത് തരും എന്ന് പറഞ്ഞു. ഈ ഒരു അറിവ് എനിക്ക് പുതിയതാണ്. ഒരിക്കലും എന്റെ ചിന്തയിൽ കയറാത്തൊരു അറിവാണ് ആ കിട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ എന്തുണ്ട്, സാധ്യതകളുണ്ട്. ഓൺലൈൻ രംഗത്തും ഓഫ്ലൈൻ രംഗത്തും. നേരത്തെ എല്ലാവരും സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഓൺലൈനിനെ ഭയപ്പെടുന്നു നമ്മൾ, ഓഫ്ലൈന് ഇപ്പൊ നടക്കുന്നില്ല. ഇവിടെ ഓഫ്ലൈനും സാധ്യതകളുണ്ട്, ഓൺലൈനും സാധ്യതകളുണ്ട്. സാധ്യതകളെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്ത് ചെയ്യാം, വിജയം ചെയ്യാം. നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ മുൻപ് പിന്നെ ഈ ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്തപ്പം നമ്മളൊക്കെ അറിയാം, ഈ ചകിരി ഉണ്ട്, നമ്മൾ കുളിക്കുന്ന സമയത്ത് ചില പരമക്കാരൊക്കെ ഉപയോഗിക്കുന്ന, ഒരതാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ചകിരി. ഈ ചകിരി പിന്നെ ഫ്ലിപ്കാർട്ടില് അവർ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഭയങ്കര കൗതുകത്തിൽ നോക്കി, 1-2 ആൾക്കൊക്കെ അയച്ചു കൊടുത്തു. അവിടെ നോക്ക്, നമ്മുടെ നാട്ടില് നമ്മളെ പറമ്പിലൊക്കെ കിട്ടുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ചുമ്മാ കിട്ടുന്ന ഒരു സാധനം 299 രൂപക്ക് 3 പാക്കിന് ഇപ്പോഴുണ്ടോന്ന് അറിയില്ല, ഫ്ലിപ്കാർട്ടിനുള്ളതാ. ഞാൻ ആദ്യം നോക്കിയത് അതിന്റെ സെല്ലർ, ആരാണ് ഈ ബുദ്ധി ഉദ്ദേശിച്ചത്, ഇത് മലയാളിയാണോ നോക്കാൻ വേണ്ടി സെല്ലറെ നോക്കുന്ന സമയത്ത് കണ്ടത് മഹാരാഷ്ട്രയിലുള്ളൊരു സെല്ലറാണ്. ഞാൻ പറഞ്ഞത്, സാധ്യതകളെ മനസ്സിലാക്കിയ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ എന്താണ്, നമ്മൾ ഒരുപാട് ചിന്തിച്ച് ഇത് നടക്കൂല, ഇതിന്റെ ആശ, ഇത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടോ, അതിന് അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കി നടക്കുമ്പോൾ നമുക്കറിയാതെ നമ്മളെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു പറ്റം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പം ഈ ഒരു നിമിഷം, ഈ ഒരു അവസരം നമ്മൾ സാധ്യതകളെ മനസ്സിലാക്കി മാത്രമാണ് വളരെ ദൂരത്തു നിന്നും ഭാര്യക്കായാലും മറ്റുള്ളവരൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇവിടെ എത്തിച്ചേർന്ന പിന്നെ പ്രകാശ് ഭായി നമുക്ക് കിട്ടിയൊരു വിത്താണ്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരാളാണ് പ്രകാശ് ഭായി ഇങ്ങനെ ഒരു സദസ്സിൽ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു സാധ്യതകളെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്നതും ഈ വിലപ്പെട്ട സമയം നമ്മൾ ചെലവഴിച്ചതും. മുന്നോട്ടും ഇത്തരത്തിലുള്ള ചർച്ചകളും നമുക്ക് പിന്നെ നമുക്ക് നമ്മുടെ പുതുതലമുറയെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ചർച്ചകളും നല്ല ഭാവനകളൊക്കെ ഉണ്ടാവട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മളൊരു ചെറിയൊരു ഉപഹാരം വന്ന എല്ലാവർക്കും, അതോടൊപ്പം എല്ലാവർക്കും ഒരു നന്ദി ഒരിക്കൽ കൂടി പറയാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എനിക്ക് വളരെ സന്തോഷം ഇങ്ങനൊരു അവസരം ഉണ്ടായി എന്നുള്ളത്. ഞാൻ ഈ അടുത്ത കാലത്താണ് നാട്ടിലൊരു കച്ചവട രംഗത്തേക്ക് വന്നത്. ഞാൻ പുറത്തായിരുന്നു കുറച്ചു കാലം. ഈ അടുത്ത കാലത്ത് വന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികളും പരിചയക്കുറവുകളൊക്കെ ഉണ്ട്. ആളുകൾ തന്നെ വളരെ കുറച്ച് ആളുകൾ എനിക്ക് പരിചയമുള്ളൂ. എന്തായാലും വളരെ സന്തോഷം. ഒരിക്കൽ കൂടി വന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ഉപഹാരം നിങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. നമുക്കൊന്ന് ഒരുമിച്ച് നിന്ന് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ആർക്കും കൊടുക്കുന്നില്ല, നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കൈമാറി പിരിയാം. ഓക്കെ, നന്ദി.